നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഞായറാഴ്ച സംസ്കാര പ്രാർത്ഥന നടത്തില്ലെന്ന് വാട്ടർഫോർഡ് ലിസ്മോർ രൂപത. ഞായറാഴ്ചകളിൽ സംസ്കാര പ്രാർത്ഥന നടത്തില്ലെന്ന നിർണായക പ്രഖ്യാപനവുമായി വാട്ടർഫോർഡ് ലിസ്മോർ രൂപത. ആരാധനാക്രമം കൈകാര്യം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടിനെ തുടർന്നാണ് തീരുമാനം. അയർലൻഡിൽ അപ്പാർട്ട്മെന്റുകളുടെ വലിപ്പം കുറയ്ക്കാൻ സർക്കാർ. അയർലൻഡിൽ അപ്പാർട്ട്മെന്റുകളുടെ വലിപ്പം കുറയ്ക്കാൻ സർക്കാരിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അടുത്തയാഴ്ച ഭവനമന്ത്രി ജെയിംസ് ബ്രൗൺ ക്യാബിനറ്റിന് മുൻപിൽ വയ്ക്കും. അമേരിക്കയിൽ വാഹനാപകടത്തിൽ ഐറിഷ് പൗരൻ മരിച്ചു. അമേരിക്കയിലെ കാലിഫോർണിയയിലുണ്ടായ വാഹനാപകടത്തിൽ ഐറിഷ് പൗരൻ മരിച്ചു. ഡൊണഗൽ സ്വദേശിയായ 30-കാരനാണ് ജീവൻ നഷ്ടമായത്. അയർലൻഡിലെ ആശുപത്രികളിൽ പാർക്കിംഗ് വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. കഴിഞ്ഞ വർഷം 19 മില്യൺ യൂറോ ആണ് ആശുപത്രികളിൽ പാർക്കിംഗ് ഇനത്തിൽ കൈപ്പറ്റിയിരിക്കുന്നത്. ഐറിഷ് ജനതയ്ക്ക് രാജ്യവ്യാപകമായി 400 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനവുമായി ടെസ്കോ അയർലൻഡ്. ഇതിനായി 40 മില്യൺ യൂറോയുടെ നിക്ഷേപമാണ് കമ്പനി നടത്തുന്നത്. അയർലൻഡിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വർധനവ്. അയർലൻഡിൽ കഴിഞ്ഞ വർഷം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വർധനവ്. കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ 13.6% വർധനവാണ് ഉണ്ടായത്. യമൻ തീരത്ത് ചെങ്കടലിൽ കപ്പലിന് നേരെ ആക്രമണം. യമനിലെ ഹൊദൈദ തുറമുഖത്തിന് സമീപം ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. 8 ബോട്ടുകളിലായി എത്തിയായിരുന്നു ആയുധധാരികളുടെ സംഘം ആക്രമണം നടത്തിയത്. അയർലൻഡിൽ കത്തുകളുടെ രൂപത്തിൽ സിന്തറ്റിക് കഞ്ചാവ് കടത്ത്. അയർലൻഡിലെ ജയിലുകളിലേക്ക് കത്തുകളുടെ രൂപത്തിൽ സിന്തറ്റിക് കഞ്ചാവ് കടത്തുന്നത് വ്യാപകമാകുന്നു. സംഭവം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. അയർലൻഡിൽ വീടുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും അടിസ്ഥാന വിലയിൽ വർധന. പ്രതിവർഷം 7% വർധനവാണ് ഉണ്ടാകുന്നത്. അയർലൻഡിൽ ജയിലുകളിലേക്ക് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് വരെ നീളുന്ന റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ വഴി 300 പേർക്കാണ് നിയമനം. എയർ ട്രാഫിക് സേവനങ്ങളിൽ യൂറോപ്യൻ യൂണിയനോട് അടിയന്തര പരിഷ്കരണം ആവശ്യപ്പെട്ട് റയാനെയർ. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ സമരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അധിക നികുതി ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയോട് പ്രതികരിച്ച ചൈന. 10% അധിക നികുതി ചുമത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയോട് പ്രതികരിച്ച് ചൈന. തീരുവ കൊണ്ട് ആർക്കും നേട്ടമുണ്ടാകില്ലെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. 2008 മുംബൈ ഭീകരാക്രമണത്തിലെ പങ്ക് സമ്മതിച്ച് തഹാവൂർ റാണ. മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് കുറ്റസമ്മതം എന്നാണ് റിപ്പോർട്ടുകൾ. കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. ചേളന്നൂർ സ്വദേശികളായ ഷാദിയ ഷെറിൻ ഇംതിയാസ് ദമ്പതികളുടെ മകൻ എമിൻ ആദമാണ് മരിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ശുംബാൻ ഗില്ലിനെ കാത്തിരിക്കുന്നത് നിയമക്കുരുക്ക്. ഇന്ത്യയുടെ 2ാം ഇന്നിംഗ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നൈക്കിയുടെ വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടതാണ് താരത്തിന് വിനയായത്. സിംബാബ്വെക്കെതിരായ 2ാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കൻ താരം വിയാൻ മൾഡർക്കിന് ട്രിപ്പിൾ സെഞ്ചുറി. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഈ നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ താരമാണ് മൾഡർ. അയർലൻഡിൽ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് തുടക്കം. അയർലൻഡിൽ ഇന്നു മുതൽ ചൂടുകൂടിയ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് മെറ്റ് അയറാൻ. ഉയർന്ന മർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് അയർലൻഡിൽ ചൂടുകൂടിയ കാലാവസ്ഥ ആരംഭിച്ചിരിക്കുന്നത്. കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. 1.5 മുതൽ 1.9 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.